ഞാൻ കണ്ടത്, നിങ്ങൾ 10 സഹോദരങ്ങൾ നല്ല ഭംഗിയുള്ള ഒരു സിംഹാസനം ചുമക്കുന്നു. അതിലൊരു ചെറിയ കുട്ടിയുണ്ട്. നിങ്ങൾ അവൻ്റെ അടിമകളും അവൻ നിങ്ങളുടെ യജമാനുമാണെന്ന് തോന്നുന്നു. പിന്നെ ആ കുട്ടി ഒരു വണ്ടിയിൽ കയറി. നിങ്ങൾ 10 പേർ ആ വണ്ടി വലിക്കുന്നു. പിന്നീട് അവൻ വിശാലമായ ഒരു സിംഹാസനത്തിലിരുന്നു. നിങ്ങളെ ചങ്ങല കൊണ്ട് ബന്ധിക്കാൻ ആവശ്യപ്പെട്ടു. എന്തേ? ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് വിഷമമായോ? എന്നാൽ ഞാൻ പോവാ. ഹൈ, എന്തൊരു നാറ്റമാണവന്! വൃത്തികെട്ട മുഖം. അതെ, അവനെവിടെ? കാണാനില്ലല്ലോ. എവിടെ മറിഞ്ഞത്? ഇത്ര പെട്ടെന്ന് അയാൾ എവിടെ പോയി? ഭൂമിയിലാണ്ടുപോയോ? പക്ഷേ എൻ്റെ മനസ്സിൽ അയാൾ കണ്ട സ്വപ്നത്തെക്കുറിച്ച് എന്തോ പോലെ. യൂസുഫ് കണ്ട സ്വപ്നവും ഇതും തമ്മിൽ ബന്ധമില്ലേ? യഹൂദയാണിത് പറഞ്ഞത്. അവർ ആടുകളുമായി മടങ്ങിയെത്തി. അത് കഴിഞ്ഞ് ഒരാൾ ഓടി വരുന്നു. അസ്സലാമു അലൈക്കും നബി അല്ലാഹ്. വലൈക്കും അസ്സലാം. എന്താ മോനെ, നിന്നെ കണ്ടിട്ട് അടിപിടി കൂടിയ ലക്ഷണമുണ്ടല്ലോ. അതെ, നിങ്ങളുടെ മക്കളുമായിട്ട്. എന്താ പ്രശ്നം? അവർ ഞങ്ങളുടെ കൃഷിയിലേക്ക് ആടുകളെ കയറ്റി കൃഷി നശിപ്പിച്ചു. അത് ഞാൻ ചോദ്യം ചെയ്തു. അപ്പോൾ അവരെന്നെ അടിച്ചു. യഹൂദ, ശമവൻ, ലാവി, ഇവിടെ വരൂ. എന്തിനാ ഇവരുടെ കൃഷിസ്ഥലത്തേക്ക് ആടുകളെ കയറ്റി കൃഷി നശിപ്പിച്ചത്? ഞങ്ങൾക്ക് ഈ ആടുകളെ നിയന്ത്രിക്കാനൊന്നും കഴിയുന്നില്ല. എന്നിട്ട് എന്തിനാ നിങ്ങൾ ഇയാളെ അടിച്ചത്? ആരും മിണ്ടിയില്ല. നബി പറഞ്ഞു, താങ്കൾക്ക് ഇവരെ പകരം വീട്ടാം. വേണ്ട നബിയെ, അവർക്ക് ഞാൻ മാപ്പ് കൊടുത്തോളാം. പക്ഷേ ഇനി ആടുകളെ കൃഷിയിലേക്ക് കയറ്റാതിരുന്നാൽ മതി. ആരടോ നിങ്ങളോട് ജനങ്ങളെ കൃഷിസ്ഥലത്തേക്ക് ആടുകളെ കയറ്റാൻ പറഞ്ഞത്? ഞാനിവിടുത്തെ രാജാവൊന്നുമല്ല. സാരമില്ല മോനെ, ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഞാൻ വാക്ക് തരുന്നു. നിനക്ക് ഞാൻ നഷ്ടപരിഹാരം തരാം. ഞങ്ങൾക്ക് തെറ്റ് പറ്റി ഉപ്പാ. യുവാവേ, ഞങ്ങൾക്ക് മാപ്പ് തരൂ, ലാവി പറഞ്ഞു. ഒരു രാത്രി യൂസുഫ് ഒരു സ്വപ്നം കാണുന്നു. ഉറക്കത്തിൽ ശബ്ദമുണ്ടാക്കിയപ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാം വിളിച്ചു, മോനെ. അസ്സലാമു അലൈക്കും അബി. എന്ത് പറ്റി? നീ വല്ല സ്വപ്നവും കണ്ടോ? വളരെ വിചിത്രമായൊരു സ്വപ്നമാണ് ഉപ്പ. ആകാശത്ത് പ്രഭ പരത്തുന്ന സൂര്യനും നിലാവ് പരത്തുന്ന ചന്ദ്രനും പിന്നെ 11 നക്ഷത്രങ്ങളും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ശേഷം അവയെല്ലാം എൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു. നിങ്ങൾ വിളിച്ചപ്പോൾ ആ നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഒക്കെ എൻ്റെ കണ്ണിലുണ്ടായിരുന്നു. അപ്പുറത്തെ റൂമിൽ നിന്നൊരു ചുമ. യാക്കൂബ് നബി അലൈഹി ഇസ്ലാം എല്ലാം ചെന്ന് നോക്കി. എല്ലാവരും നല്ല ഉറക്കമാണ്. തിരിച്ചു വന്നു. വീണ്ടും സംസാരം തുടങ്ങി. നബി പറഞ്ഞു, മോനെ, നീ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാണ്. ഇത് നീ ആരോടും പറയരുത്, പ്രത്യേകിച്ച് നിൻ്റെ ഇക്കാക്കമാരോട്. അപ്പോൾ അവർക്ക് നിന്നോട് അസൂയ ഉണ്ടാവും. നിൻ്റെ പെങ്ങന്മാരോടോ നിൻ്റെ ഉപ്പയുടെ ഭാര്യമാരോടോ പോലും പറയരുത്. അപ്പോൾ അത് ജനങ്ങൾക്കിടയിൽ പരക്കും. നിൻ്റെ മുമ്പിൽ ഭാവിയിൽ സുജൂദ് ചെയ്യുന്ന സൂര്യൻ ആരാന്നറിയോ? ഇതാ നിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നു. ഇതുപോലെ ചന്ദ്രനും 11 നക്ഷത്രങ്ങളും നിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യും. ഒരു ദിവസം വരും, അന്ന് നീ നേതാവാകും, ആളുകൾക്കിടയിൽ ഉന്നതനാകും. അന്ന് നിൻ്റെ ഉപ്പയും ഉമ്മയും നിൻ്റെ സഹോദരങ്ങളും നിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യും. ആ ദിനം എത്തുന്നത് വരെ നീ ഇതാരോടും പറയരുത്, പ്രത്യേകിച്ച് നിൻ്റെ സഹോദരങ്ങൾ. അവർ നിന്നെ ചതിക്കും. ചതിയോ? എൻ്റെ സഹോദരങ്ങളോ? അതും യാക്കൂബ് നബിയുടെ മക്കളോ? മോനെ, പിശാചിൻ്റെ ചതികളെ തൊട്ട് നീ അശ്രദ്ധനാവരുത്. ശൈത്താൻ മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ്. അത് നബിയുടെ മക്കളാണെങ്കിലും. അള്ളാഹു നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിനക്കവൻ സ്വപ്നവ്യാഖ്യാനം പഠിപ്പിച്ചിരിക്കുന്നു. നിൻ്റെയും യാക്കൂബ് നബിയുടെ കുടുംബത്തിൻ്റെയും മേൽ അവൻ അനുഗ്രഹം പൂർത്തിയാക്കും.
മുമ്പ് പിതാമഹൻ ഇസ്ഹാഖ് നബിയുടെയും ഇബ്രാഹിം നബിയുടെയും മേൽ പൂർത്തിയാക്കിയതുപോലെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൽ നമുക്ക് ഈ സംഭവം ഇങ്ങനെ വായിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൂസുഫ് തൻ്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം: എൻ്റെ പിതാവേ, 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സാഷ്ടാംഗം ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു: എൻ്റെ കുഞ്ഞുമകനെ, നിൻ്റെ സ്വപ്നം നീ നിൻ്റെ സഹോദരന്മാർക്ക് വിവരിച്ചു കൊടുക്കരുത്. അവർ നിനക്കെതിരെ വല്ല തന്ത്രവും പ്രയോഗിച്ചേക്കും. തീർച്ചയായും പിശാച് മനുഷ്യൻ്റെ പ്രത്യക്ഷ ശത്രുവാകുന്നു. അപ്രകാരം നിൻ്റെ രക്ഷിതാവ് നിന്നെ തിരഞ്ഞെടുക്കുകയും സ്വപ്നവ്യാഖ്യാനം നിനക്കവൻ പഠിപ്പിക്കുകയും നിൻ്റെ മേലും യാക്കോബ് കുടുംബത്തിൻ്റെ മേലും അവൻ്റെ അനുഗ്രഹങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നതാണ്. മുമ്പ് നിൻ്റെ പിതാക്കളായ ഇബ്രാഹിം നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയും കാര്യത്തിൽ അവൻ നിറവേറ്റിയതുപോലെ തന്നെ തീർച്ചയായും നിൻ്റെ രക്ഷിതാവ് സർവജ്ഞനും യുക്തിമാനുമാകുന്നു. പിതാവും മകനും തമ്മിൽ രാത്രി നടന്ന ഈ സംഭാഷണം ഒളിഞ്ഞിരുന്ന് ബൽഹ കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ നേരത്തെ ഉറക്കം നടിച്ച് കിടക്കുകയായിരുന്നു. നേരം പുലർന്നു. രാവിലെ നബിയും യൂസുഫും ബിന്യാമീനും കൂടെ എവിടെയോ പോവാൻ വേണ്ടി വരുന്നത് കണ്ടു. യൂസുഫിനോട് സഹോദരി ചോദിച്ചു: നിങ്ങൾ എവിടെ പോകുന്നു? ഞങ്ങൾ ഉമ്മ റാഹീലിനെ സിയാർത്ത് ചെയ്യാൻ പോവുകയാണ്. ബൽഹ ലയ്യയെ വിളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു: ഇന്നലെ യാക്കൂബ് നബി അദ്ദേഹത്തിൻ്റെ ഖലീഫയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് നിനക്കെങ്ങനെ അറിയാം? ബൽഹ നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു. ലയ്യ പറഞ്ഞു: നബിയുടെ ഖലീഫ എൻ്റെ മക്കളിൽ ആരെങ്കിലും ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണെങ്കിലും അതനുസരിച്ചല്ലേ പറ്റൂ. യാക്കൂബ് നബി പറയുന്നതിനപ്പുറം എനിക്കൊന്നും ചെയ്യാനില്ല. ഇതും പറഞ്ഞ് അവർ ഇറങ്ങിപ്പോയി. അപ്പോൾ ബൽഹ സൽഫയോട് പറഞ്ഞു: ഇനി ലയ്യയെ പ്രതീക്ഷിക്കണ്ട, ഉടൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അവർ മക്കളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. യൂസുഫ് ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണം അവൻ നിങ്ങളുടെയെല്ലാം നേതാവാകുമെന്നാണ്. അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, യൂസുഫിനോട് തന്നെ ചോദിക്കാമല്ലോ. അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്ന് വിചാരിക്കുന്നുണ്ടോ? അതെ, യൂസുഫ് ഒരിക്കലും കളവ് പറയില്ല. അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ പറയും. യൂസുഫും ബിന്യാമീനും വെള്ളത്തിനരികെ കളിച്ചിരിക്കുമ്പോൾ അവർ അങ്ങോട്ട് ചെന്നു. യൂസുഫ്, എന്താ സഹോദരാ, വരൂ, പറയൂ. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ പ്രിയ സഹോദരൻ യൂസുഫിനെ ഇഷ്ടപ്പെടുന്നില്ലേ? അതെ, ഞാനും നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. പറയൂ യഹൂദ, വലിയവരായ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ വലിയവൻ നീയാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഉയർന്ന സ്ഥാനം നിനക്കല്ലേ? എന്ത് സ്ഥാനത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? നീ ഇന്നലെ കണ്ട സ്വപ്നത്തിൽ നിനക്ക് കാണിക്കപ്പെട്ട സ്ഥാനം. നീ എന്താ ആ സ്വപ്നം മറന്നോ ഇന്നലെ കണ്ടത്? ഞങ്ങൾ നിൻ്റെ സ്വപ്നവും പദവിയും ഒക്കെ പറയുന്നത് കേട്ടപ്പോൾ എന്താ നിനക്ക് സംസാരിക്കാൻ വയ്യാതായോ? നിങ്ങളോട് ഉപ്പ പറഞ്ഞോ ഞാൻ സ്വപ്നം കണ്ടെന്ന്? ഉപ്പയോടല്ലാതെ ഞാൻ ആരോടും അത് പറഞ്ഞിട്ടില്ലല്ലോ. യഹൂദ പറഞ്ഞു:
നീ അത് വിവരിക്കുമ്പോൾ ഞാൻ അപ്പുറത്ത് നിന്ന് അത് കേൾക്കുന്നുണ്ടായിരുന്നു. ഇതാരോടും പറയരുത് എന്ന് ഉപ്പ നിന്നോട് പറഞ്ഞില്ലേ? നീ ഭാവിയിൽ വലിയ ഉന്നതനാവും എന്ന് പറഞ്ഞില്ലേ? ലാവി ചോദിച്ചു. നീ സ്വപ്നം ഞങ്ങൾക്ക് വിശദീകരിച്ച് തരുമോ? നീ പറഞ്ഞില്ലേ ഉപ്പ ആരോടും പറയരുത് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന്. അതുകൊണ്ട് എനിക്കെങ്ങനെ പറയാൻ പറ്റും? ഏയ്, അതിന് കുഴപ്പമൊന്നുമില്ല യൂസുഫ്. ഞങ്ങൾ നിൻ്റെ സഹോദരങ്ങളല്ലേ. ഈ സന്തോഷത്തിൽ ഞങ്ങൾക്കും പങ്കാളികളായിക്കൂടെ? നിങ്ങൾ എന്നെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളിൽ നിന്നൊരു ബുദ്ധിമുട്ടും എനിക്കുണ്ടാവില്ല. പക്ഷേ എൻ്റെ പിതാവിന് എതിര് പ്രവർത്തിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. ഇത് കേട്ട യഹൂദ യൂസുഫിനെ അടിക്കാൻ എണീച്ചു. ലാവി തടഞ്ഞു. സഹോദരി പറഞ്ഞു, യഹൂദ, ഞാൻ ഉപ്പയോട് പറയും നീ യൂസുഫിനെ അടിക്കാൻ ഒരുങ്ങിയെന്ന്. ശംഊൻ പറഞ്ഞു, വേണ്ട ദീന, അവനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. യൂസുഫ്, നീ എന്താ അവരോട് ചെയ്തത്? ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. അതെങ്ങനെ അവർക്ക് മനസ്സിലായി? ഞാനേതായാലും അവർ നിന്നെ അടിക്കാൻ ഒരുങ്ങിയത് ഉപ്പാനോട് പറയും. വേണ്ട വേണ്ട, അവരെൻ്റെ സഹോദരങ്ങളല്ലേ. ഞാനവരെ സ്നേഹിക്കുന്നുണ്ട്. പറയൂ ദീന, എന്തിനാ യഹൂദ എന്നെ വെറുക്കുന്നത്? നമ്മുടെ ഉപ്പ പറയാറില്ലേ നമ്മളെല്ലാവരും പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ വേണമെന്ന്. ഇതേ സമയം യാക്കൂബ് നബി അലൈഹി സ്വലാം വീട്ടു സാധനങ്ങളുമായി വന്നു. യൂസുഫ് പറഞ്ഞു, ഉപ്പ, എൻ്റെ എല്ലാ സഹോദരങ്ങളും ഞാൻ സ്വപ്നം കണ്ടത് അറിഞ്ഞിട്ടുണ്ട്. എങ്ങനെ അവരറിഞ്ഞത്? എനിക്കറിയില്ല. എന്നോട് ഒരു സ്വപ്നം വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ സമ്മതിക്കാത്തപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ടു. മൽഹ, എനിക്കുറപ്പായി നീ എൻ്റെ വീട്ടിനുള്ളിൽ ശത്രുതയുടെ തീ പടർത്തുകയാണെന്ന്. നീ നിർത്തുമെന്ന് കരുതിയാണ് ഞാൻ ഒന്നും പറയാതിരുന്നത്. പക്ഷേ നീ ഇതിനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ മക്കളെ മുഴുവനും നീ നശിപ്പിക്കും. എന്താണ് ഈ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇന്നലെ ഞാൻ നിൻ്റെ റൂമിനടുത്താണ് കിടന്നത്. യൂസുഫ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ കണ്ട സ്വപ്നം ഞാൻ വിശദീകരിച്ചപ്പോൾ ഞാനും അവനുമല്ലാതെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. നിനക്കല്ലാതെ അത് കേൾക്കാനും കഴിയില്ല. ഞാനിന്നലെ ഭയങ്കര ഉറക്കത്തിലായിരുന്നു. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. കളവാണ് നീ പറയുന്നത്. നിൻ്റെ റൂമിൽ നിന്ന് ഞാൻ അപ്പോൾ ശബ്ദം കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്നു നോക്കി. അപ്പോൾ നീയും മക്കളും ഭയങ്കര ഉറക്കാ. എനിക്കറിയാം നീ തന്നെയാണ് കേട്ടതെന്ന്. ഞാൻ പലപ്പോഴും നിന്നെ കണ്ടിട്ടുണ്ട്. സൽഫയെയും നിൻ്റെ ഏഷണിക്ക് കൂട്ടാൻ നീ നിർബന്ധിക്കുന്നത്. യഹൂദയെയും അവൻ്റെ സഹോദരങ്ങളെയും യൂസുഫിനെതിരെ നീ പ്രേരിപ്പിക്കുന്നുണ്ട്. അവരുടെ ചെറിയ അനുജനെതിരെ പലപ്പോഴും അവർ തിരിയുന്നുണ്ട്. പക്ഷേ ഞാൻ മിണ്ടാതിരിക്കുകയാണ്. ഇനി നിന്നിൽ നിന്ന് ഒരു വട്ടം കൂടി ഇങ്ങനെ ഉണ്ടായാൽ എൻ്റെ കുട്ടികളെ ഇവിടെ നിർത്തിയിട്ട് ഫദ്ദാനിലേക്ക് നിന്നെ ഞാൻ പറഞ്ഞേക്കും. ഇല്ല 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 നബിയെ, ഇന്നു മുതൽ എന്നിൽ നിന്ന് നിങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന ഒന്നും ഉണ്ടാവില്ല. ഞാൻ വാക്ക് തരുന്നു, എന്നെ പറഞ്ഞേക്കരുത്. മാപ്പ് തരൂ. ഞാൻ നിങ്ങളുടെ അടിമയല്ലേ. എനിക്കാരുമില്ല നിങ്ങളല്ലാതെ. വേണമെങ്കിൽ ഇവിടെ എന്നെ കുഴിച്ചിട്ടോളൂ. ഫദ്ദാനിലേക്ക് അയക്കുമെന്ന് പറയരുത്. അത് പറഞ്ഞവൾ കരഞ്ഞു. നബി അവിടെ നിന്ന് പോയി. രാത്രി യഹൂദയും കൂട്ടരും ചർച്ച നടത്തുകയാണ്. സൂര്യൻ അത് നമ്മുടെ ഉപ്പയാണ്. ചന്ദ്രൻ അത് നമ്മുടെ ഉമ്മയാണ്. 11 നക്ഷത്രങ്ങളോ അത് നമ്മളും. നമ്മുടെ ഉപ്പ ഈ താഴ്ന്നവനായ യതീമിനെ കൊഞ്ചിക്കുന്നത് കുറച്ച് കൂടുതലാണ്. എത്രത്തോളം? അവൻ തന്നെ സ്വയം ദൈവമായിട്ട് കാണുന്നു. നമ്മൾ അവൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന അടിമകളും. അവൻ്റെ സഹോദരങ്ങൾ അത് പോട്ടെ, പക്ഷെ അവൻ്റെ മാതാപിതാക്കളോ? ശംഊൻ വാതിലടച്ചു. ഇതിനൊരു തീരുമാനം എടുക്കാതെ ആരും പോകാൻ പാടില്ല. അതിന് യൂസുഫ് നമ്മുടെ ഉപ്പയേക്കാളും ഉമ്മയേക്കാളും മേലെയാണെന്ന് ഓൻ വിശ്വസിക്കുന്നുണ്ടോ? യഹൂദ പറഞ്ഞു, യൂസുഫ് അങ്ങനെ പലതും കരുതുന്നുണ്ട്. അത് നമ്മുടെ ഉപ്പയും ഉമ്മയും കൂടുതൽ അവനെ ലാളിച്ചിട്ടാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തിനാ ഉപ്പ നമ്മളെക്കാൾ എല്ലാം യൂസുഫിന് സ്ഥാനം കൊടുക്കുന്നതെന്ന്. നമ്മൾ ഈ വീട്ടിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്തുന്നു. കൃഷി ചെയ്യുന്നു, കൊയ്യുന്നു, ആടുകളെ മേയ്ക്കുന്നു, വീട്ടിലേക്ക് വേണ്ട മുഴുവൻ ജോലികളും ചെയ്യുന്നു. ഇതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നു. എന്നിട്ട് നമ്മുടെ മാതാപിതാക്കൾ മുഴുവൻ സ്നേഹവും കാരുണ്യവും യൂസുഫിന് മാത്രം നൽകുന്നു.
ഇതൊക്കെ നമ്മുടെ പിതാവിൻ്റെ കാരണമാണ്. പക്ഷേ റാഹീലിൻ്റെ യത്തീമിൻ്റെ അടിമയാകാൻ എന്നെ കിട്ടില്ല. യഹൂദ പറഞ്ഞു, ഞങ്ങളും അതിന് യോജിക്കുന്നുണ്ട്, പക്ഷെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ഞാൻ പറയുന്നു, യൂസുഫ് മരിക്കണം. യഹൂദ പറഞ്ഞു. എല്ലാവരും മുഖത്തോട് മുഖം നോക്കി. നിന്റെ വാക്കുകൾ അങ്ങേറ്റം അപകടകരമാണ്, ഈ വാക്ക് പറയാൻ പോലും പാടില്ല. ലാവി പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറയുന്നു, നമ്മുടെ സഹോദരനെ കൊല്ലലും ഉപ്പയെ വിഷമിപ്പിക്കലും നാം നരകത്തിൽ ശിക്ഷിക്കപ്പെടാൻ കാരണമാകും. അതിനുള്ള മാർഗം എനിക്കറിയാം. തോബ ചെയ്യാം. യൂസുഫിനെ കൊന്ന് അതിൻ്റെ വിഷയങ്ങളൊക്കെ അടങ്ങിയാൽ നമുക്ക് തോബ ചെയ്യാം. അള്ളാഹു ഗഫൂർ റഹീമാണ്, അള്ളാഹു പൊറുക്കും. ഇത് തന്നെയാണ് എല്ലാ ദോഷികളുടെയും അവസ്ഥ. തെറ്റ് ചെയ്യുമ്പോൾ തോബ ചെയ്യാലോ എന്ന് പറയും. അല്ല, അതിനുശേഷം ഉറപ്പായി ഞങ്ങൾ തോബ ചെയ്യും, സ്വാലിഹ്യങ്ങളാവും. അള്ളാഹു അതിനുള്ള അവസരം എടുത്തു കളഞ്ഞാലോ, നമുക്ക് തോബ ചെയ്യാനായില്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരെ നമ്മൾ ശപിക്കപ്പെട്ടവരാകും. മാത്രമല്ല, നമ്മുടെ പരമ്പര മുഴുവനും ഈ ശാപത്തിൻ്റെ അടിമകളാകും. അതൊക്കെ ശരിയാണ്, പക്ഷേ എന്നാൽ വേറൊരു വഴി പറഞ്ഞുകൊണ്ടാ. നമ്മുടെ ആവശ്യം നമ്മളെ ഉപ്പ പരിഗണിക്കണം എന്നല്ലേ? അതിനുള്ള വഴി കാണാൻ നമുക്ക് യൂസുഫിനെ ഉപ്പയിൽ നിന്ന് അകറ്റാം. അങ്ങനെ കുറച്ചു കാലം കാണാതിരിക്കുമ്പോൾ ഉപ്പ അവനെ മറന്നോളും. ഇതൊന്നും കഴിയില്ല, അതിന് ഉപ്പ അവനെ പിരിയണ്ടേ? പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പിശാച് അവിടെ പ്രത്യക്ഷപ്പെട്ടു.